കൊച്ചി മട്ടാഞ്ചേരിയിൽ വിർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ വീട്ടമ്മയുടെ 2,88,00,000 രൂപ തട്ടിയ കേസ് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിക്കുന്നു. ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ആദ്യം കേൾക്കാം, അതിനുശേഷം വിഷ്ണു സുരേഷ് ഉണ്ടാവും. സൈബർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു 25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ ആൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അത് DCP മഹേഷ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് രൂപീകരിച്ചത്. കേസിൻ്റെ റിവ്യൂ നമ്മൾ നടത്തിയിട്ടുണ്ട്, ആവശ്യമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. കുറേ ലീഡ്സ് കിട്ടിയിട്ടുണ്ട് ആ കേസിൽ. ഇത് എവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ കുറച്ച് ലീഡ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ഥിരീകരിക്കാനായിട്ടില്ല. കാരണം ഇതിനകത്ത് എനോണിമൈസ് ചെയ്യാനുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. വിഷ്ണു സുരേഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഈ വെർച്വൽ അറസ്റ്റ്, വെർച്വൽ കോടതി, വെർച്വൽ വിധി പറച്ചിൽ, ഇതിലൂടെയൊക്കെ മട്ടാഞ്ചേരിയിലെ വീട്ടമ്മയ്ക്ക് ഏതാണ്ട് 3 കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ കേസിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണോ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്? എന്താണ് അദ്ദേഹം വ്യക്തമാക്കിയത്? GK 5 പേരെ പ്രതി ചേർത്ത് മട്ടാഞ്ചേരി പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്നലെ ആ വീട്ടമ്മയുടെ മൊഴി വിശദമായി എടുത്തതിന് പിന്നാലെയാണ് കേസ് എടുത്തത്. അതിലിപ്പോൾ ചില ലീഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഫോൺ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ സ്ഥലമടക്കം കണ്ടെത്താനായിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഇവരിലേക്ക് എത്തുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നൽകിയ ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ആ അക്കൗണ്ടുകൾ ആരുടേത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രധാന പ്രതികളിലേക്ക് എത്താനാകും എന്ന പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. വളരെ ക്രൂരമായ ഒരു തട്ടിപ്പാണ് അവിടെ നടന്നത്. ആ വീട്ടമ്മ ഏറ്റവും അവസാനം ഇന്നലെ നമ്മളോട് വ്യക്തിപരമായി പ്രതികരിച്ചത്, ഈ പണമൊക്കെ നഷ്ടപ്പെട്ട് അവർ വീണ്ടും 30 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ തൻ്റെ അവയവം, ഏതെങ്കിലും അവയവം വിറ്റ് പണം നൽകാം, നിങ്ങൾ പറയുന്നിടത്ത് താൻ വരാം, അങ്ങനെ പണം നൽകാം, അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ടോർച്ചറിംഗ് ആണ് അവർ നേരിട്ടത്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടി തന്നെ പോലീസ് ഈ കേസ് ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. സൈബർ ACP അടക്കമുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടാകും. പ്രതികളിലേക്ക് പെട്ടെന്ന് എത്താം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രതീക്ഷ. 25 കോടി തട്ടിയ കേസിലും പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. അതിലും നിർണായകമായ ലീഡുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികളിലേക്ക് എത്താൻ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. GK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.